ഇന്നത്തെ ചിറ്റ്ചാറ്റിൽ ശ്രീ ബാബു വർഗീസാണ്. അദ്ദേഹം ബിബ്ലിക്കൽ സ്കോളറാണ്, ബോംബെയിൽ നിന്നാണ്. നേരത്തെ അദ്ദേഹമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അപ്പം ഈ ചിറ്റ്ചാറ്റിനകത്ത് പ്രാധാന്യമുള്ളത് ക്രിസ്ത്യൻ തോട്ട്സ് ഗ്ലോബലായിട്ട് തിരിച്ചു വരുന്നു. അതിൻ്റെ കൂടെ തന്നെ പോപ്പിൻ്റെ അദ്ദേഹം മദർ മേരിയെ ഏകദേശം സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നു. കാത്തലിക് കമ്മ്യൂണിറ്റിക്കകത്തും വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. ബാബു വർഗീസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹമായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുക. സർ, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. ഇപ്പം ഈ ടോപ്പിക് എന്ന് പറയുന്നത്, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഗ്ലോബലായിട്ട് ബൈബിളിൻ്റെ സെയിൽസ് പ്രത്യേകിച്ച് അമേരിക്കയിൽ 36% 36 to 39% കൂടിയിരിക്കുന്നത്. അതേപോലെ അമേരിക്കയിൽ പല പള്ളികളിലും ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങി. UK ടോമി റോബർട്ട്സൺ, അതായത് നേരെ ജയിലിൽ കിടക്കുമായിരുന്നു, അപ്പോൾ അയാളും ക്രിസ്ത്യൻ വേൾഡിലോട്ട് തിരിച്ചു വരണം. അദ്ദേഹവും ബാപ്റ്റിസവും ഒക്കെ ഭയങ്കരമായിട്ട് അവിടെയും തിരിച്ചു നടക്കുന്നു. എന്തുവാണ് ഇതിൽ നിന്ന് താങ്കളിത് കാണുന്നതിൻ്റെ ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെപ്പറ്റി കാണുന്നത്? വളരെ ആവേശകരമായ ഒരു സംഭവ പരമ്പരയാണ് ഈ നാടുകളിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആത്മീയ ഉണർവ് അല്ലെങ്കിൽ മതപരമായ ഒരു ഉണർവ് ലോകത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈയിടെ ഉണ്ടായ 2-3 സംഭവങ്ങൾ എന്ന് പറയുന്ന, ഒന്ന് ചാർലി കിർക്കിൻ്റെ മരണം, അതിനോടുള്ള ബന്ധത്തിൽ യുവതി യുവാക്കന്മാരുടെ ഒരു ആവേശകരമായ പള്ളികളിലേക്കുള്ള പോക്ക്, വേദോത്സവ വായന, അതൊക്കെ സാറ് പറഞ്ഞതുപോലെ. ഏറ്റവും ഒടുവിൽ സാറ് പറഞ്ഞതുപോലെ പോപ്പ് പ്രഖ്യാപിച്ച ആ പുതിയ തീരുമാനം, മറിയ, വിശുദ്ധ മറിയ ഒരു കോ-റെഡീമർ, സഹരക്ഷക എന്നുള്ളത് വേണ്ട എന്നുള്ളതാണ്. കത്തോലിക്ക സഭ ഒരിക്കലും യേശുക്രിസ്തു രക്ഷകനല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നും ആദ്യം മുതൽ യേശുക്രിസ്തുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തു. അതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ക്രൈസ്തവ ചരിത്രം നമ്മൾ നോക്കിയാൽ 4-5 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ക്രിസ്ത്യാനിറ്റി വാസ് ഒരു മാർഗമായത്. ഇറ്റ് വാസ് എ വേ ടു സാൽവേഷൻ. യെരുശലേമിൽ തുടങ്ങിയത് മനുഷ്യ പാപത്തിനായി പരിഹാരത്തിനായി കാൽവറിയിൽ ക്രൂശിൽ യാഗമായ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കുന്ന ജനം യേശുക്രിസ്തു കൂടെ സ്വർഗ്ഗത്തിൽ പോകുന്നു, പാപമോചനം ലഭിക്കുന്നു. അങ്ങനെയാണ് യെരുശലേമിൽ മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരും വിശ്വാസികളും ആരംഭിച്ച ആ സുവിശേഷം, ആ ക്രൈസ്തവ സാക്ഷ്യം അതിക്രൂരമായ പീഡനത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ AD 312 ഈഡിക്ട് ഓഫ് മിലാൻ അനുസരിച്ച് AD 313 ലീഗലൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഇല്ലീഗലായിരുന്ന, നിയമപരമായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ക്രൈസ്തവ ചിന്താഗതികളെ ക്രിസ്തു മതമാക്കി മാറ്റി. അപ്പോൾ കോൺസ്റ്റാന്റൈൻ്റെ എംപറോട് കൂടിയാണ് സംഭവിക്കുന്നത്. അതോടുകൂടി സംഭവിച്ച വേറൊരു തകരാറ്, ജാതീയമായ ബൈബിളിലും ക്രിസ്തീയ വിശ്വാസത്തിലും നിരക്കാത്ത ധാരാളം പേഗൻ ബിലീഫ്സ് വന്നുകൂടി. ധാരാളമായ അന്ധവിശ്വാസങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങളൊന്നും മതമായിട്ട് മാറി. ക്രിസ്തു മാർഗം മതമായി. ഒന്നാമത്തെ വ്യത്യാസം. 2, AD 380 ഒരു 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 കാര്യം സംഭവിച്ചത്, ഒരു ക്രിസ്ത്യൻ റിലീജിയൻ, റോമിന്റെ റിലീജിയനായിട്ട് അന്നത്തെ എംപറർ അത് പ്രഖ്യാപിച്ചു. ക്രിസ്ത്യാനിറ്റി ബിക്കേം എ റിലീജിയൻ ഓഫ് റോം. അതോടുകൂടി രാഷ്ട്രീയവൽക്കരണം നടന്നു. സർക്കാരും സഭയും തമ്മിൽ അടിയും യോജിപ്പും ഒക്കെ ആയി. അപ്പോൾ ഒന്ന് മതവൽക്കരണം, രണ്ടാമത് രാഷ്ട്രീയവൽക്കരണം. മൂന്നാമത് സംഭവിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനാണ്. സഭ ഒരു സ്ഥാപനമായിട്ട് മാറി, ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സംഭവിച്ചു. അതോടുകൂടി സംഭവിച്ചത് ഈ അടിസ്ഥാനപരമായ ബൈബിളിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും കാര്യങ്ങളൊക്കെ മാറി മാനുഷികമായ ധാരാളം
ആഘോഷങ്ങളും ആചാരാനുഷ്ഠാനം വന്നു, സത്ത മാറ്റപ്പെട്ടു. അക്കൂട്ടത്തിൽ ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 1894 ആദ്യമായിട്ട് പോപ്പ് ലിയോ 13 പറയുന്നത് കോ റെഡീം എന്ന് പറയുന്നത് കാര്യമായിട്ട് വരുന്നത്. അതിന്റെ ഒരു വ്യത്യാസമാണ് ഇപ്പൊ കാണുന്നത്. അതായത് ഇത് വരുമ്പോഴേ 3-4 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ കോ റെഡീം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വിശുദ്ധ മറിയെ ദൈവത്തിന്റെ മാതാവായിട്ടും എന്നൊരല്പം അതിന്റെ സെമാൻറ്റിക് പ്രശ്നമുണ്ട്. ദൈവത്തിന് മാതാവുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കാം. യേശുക്രിസ്തുവിന് മാതാവുണ്ട്, എന്നാൽ ദൈവത്തിന് മാതാവുണ്ടോ? അപ്പൊ ദൈവ മാതാവ് എന്ന് പറയുന്നതിന് അതിനെ പലരും ചോദ്യം ചെയ്യുന്നു. 2, മറിയ മരിച്ചില്ല, സുഖത്തിലേക്ക് പോയി എന്നുള്ളൊരു വിവക്ഷയുണ്ട്. 2, പാപമോചനത്തിന് മറിയയുടെ ആവശ്യമാണ്, മറിയോടാണ് പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു വിവക്ഷയും അവിടെ ഉണ്ടായി. പിന്നെ മറിയ പാപം ചെയ്തിരുന്നില്ല, മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല എന്നൊരു വിവക്ഷയുമുണ്ട്. ഈ മാതിരി കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്താണ് ഈ വിശ്വാസ സംഹിതകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു അല്പം വ്യത്യാസമായിട്ടാണ് ഈ പുതിയ പ്രഖ്യാപനം നമുക്ക് കാണുന്നത്. ഇത് ബേസിക്കലി ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ആയിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? അമേരിക്കൻ ഇൻഫ്ലുവൻസ് അല്ല, ഞാൻ പറയുന്നത് ഈ അന്ത്യകാലത്ത് ഒരു ബൈബിളിലേക്കുള്ള മടങ്ങി, ക്രിസ്തുവിലേക്കുള്ള മടങ്ങി എല്ലാവരും, ക്രൈസ്തവ സഭ ഉൾപ്പെടെ, അമേരിക്ക എന്ന് പറയേണ്ട, ക്രിസ്തുവിലേക്കുള്ളൊരു മതമാണ്. ലോകം മൊത്തം ഒരു വശത്ത് മുസ്ലിങ്ങളും മറ്റുമേരുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു, മറുവശത്ത് ജെൻഡർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഡ്രഗ്സ് ഉണ്ടാകുന്നു, യുവാക്കന്മാർക്ക് സമാധാനമില്ലാതെ പോകുന്നു. ആകെപ്പാടെ ആത്മീയമായി മാത്രമല്ല ഭൗതികമായ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു, നിരാശ, സമാധാനമില്ലായ്മ, സാമ്പത്തികമായ ഭദ്രതയില്ലായ്മ, ആകെപ്പാടെ റെസ്റ്റ്ലെസ്, പീസ്ലെസ്, സ്പിരിറ്റ്ലെസ് വേൾഡായിട്ട് മാറിയപ്പോൾ അതിന് പരിഹാരം വേണം. ഞാൻ കത്തോലിക്ക സഭ എന്ത് കുടുംബത്തര കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവര് പല കാര്യങ്ങളും തെറ്റാണെന്ന് പ്രഖ്യാപിക്കാൻ അവര് തയ്യാറായിരുന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനം തന്നെ നമുക്കതിനെ കാണാനുള്ളൂ. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ ആഗോള ആത്മീയ വിപ്ലവത്തിന് ഇത് തിരികൊളുത്തുള്ളതിൽ യാതൊരു സംശയമില്ല. 2 കാര്യം. 1, ബൈബിളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരും, അതുമാത്രമല്ല ക്രിസ്തുവിലേക്ക് ജനങ്ങളെ ആകർഷിക്കും. പുരോഹിതന്മാരൊക്കെ ധാരാളം, ഇന്ന് രാവിലെ സാറിന്റെ ഇന്റർവ്യൂ ഞാൻ കേട്ടതുപോലെ, ധാരാളം ഐമേന് തിരുമേനി എന്നുള്ളതല്ല, വിശ്വാസികളുമായിട്ട് ഇടകലർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിന് ഉള്ള വഴികൾ തുറക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലെ, നമ്മളിപ്പോൾ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ റിപ്പോർട്ടൊക്കെ വരുന്നത് യൂറോപ്പിൽ കാത്തലിക് വിശ്വാസികളുടെ എണ്ണം കുറവാണ് പള്ളിയിൽ പോകുന്നവരുടെ. അത് 8 to 9% ഉള്ള, അമേരിക്കയിൽ ഏകദേശം 36 to 39% ഉണ്ട്. ഈ വരുന്ന ഈ പോപ്പ് എന്ന് പറയുന്ന അമേരിക്കൻ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കൺസർവേറ്റീവായിട്ടുള്ള ഒരു മിഷനറിയാണ്. അദ്ദേഹം ഒരു ചാരിറ്റിയും അങ്ങനെയുള്ള അച്ഛനല്ല, അങ്ങനെയുള്ള കാത്തലിക് ഇതിൽ നിന്ന് വന്നതല്ല. ഒരു കംപ്ലീറ്റ് 100% ഗോസ്പലുമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ബേസിക്കലി അമേരിക്കയിലുള്ള കാത്തലിക്സും യൂറോപ്പിലുള്ള കാത്തലിക്സും ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം യൂറോപ്പിൽ കാത്തലിക്സാണ് കൂടുതൽ ലിബറലും അങ്ങനെയുള്ള ധാരണയിൽ പോകുന്നവരാണ്. പക്ഷേ അമേരിക്കയാണ് നേരെ തിരിച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, അമേരിക്കൻ ഇൻഫ്ലുവൻസും അതായത് ഇവാഞ്ചലിക്കൽ ഇൻഫ്ലുവൻസും ഈ പറയുന്ന പോപ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആഗോള വ്യതിയാനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുകയാണല്ലോ. കത്തോലിക്ക സഭയും പോപ്പ് ഉൾപ്പെടെ അത് ശ്രദ്ധിക്കും, അത് യാതൊരു സംശയമില്ല. ഇവാഞ്ചലിക്കൽ ഞാൻ ബാക്ക് ടു ബൈബിൾ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ഒരു പേഴ്സണൽ കാര്യം പറയാം. സാറേ, ഇന്നത്തെ നമ്മളെ അറിയപ്പെടുന്ന ഒരു കാത്തലിക് കാർഡിനൽ, അദ്ദേഹം ഞങ്ങളോട് ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ചില നാൾ മുമ്പ് ഞങ്ങൾ ഈ വീരങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കത്തോലിക്ക സഭയ്ക്കും മറ്റ് ഇവാഞ്ചലിക്കൽ സഭയ്ക്കും പറ്റിയ പ്രമാദം എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് ജനത്തെ നാം അകറ്റി. അദ്ദേഹം പറയുന്നത് 1962 2ാം വത്തിക്കാൻ സിനോദോസ് വരെ ബൈബിൾ വായിക്കുവാൻ ജനങ്ങളെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ 1962 ആണ് തീരുമാനമെടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കത്തോലിക്കന്റെ എല്ലാ പള്ളികളുടെ പരിസരങ്ങളിലും ബൈബിൾ വാക്യം എഴുതും. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും ജനത്തോട് പറയുന്നത് ബൈബിൾ വായിക്കണം, അനുസരിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ ബൈബിളിലേക്ക് മനുഷ്യന്റെ ഒരു തിരിച്ചുവരവാണ് ഈ അമേരിക്കൻ ഇൻഫ്ലുവൻസിന് കാര്യമെന്ന് ഞാൻ പറയുന്നു. മൊത്തം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് കൂടി ബൈബിൾ വാക്യങ്ങളും യേശുക്രിസ്തുവിന്റെ വചനങ്ങളും വളരെ വളരെ ലോകം മൊത്തം പറക്കുകയല്ലേ സാർ? അല്ല, ഇപ്പം ഇതിൻ്റെ വേറെ കാര്യമുണ്ട്. ഇപ്പം
നമ്മൾ നോക്കുവാണെങ്കിൽ കാത്തലിക്സിൻ്റെ വീടുകളിൽ പോയി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൻറ്റ് മേരിയും അതിൽ വാക്യങ്ങളൊന്നുമില്ല, ഓരോ മധ്യസ്ഥരുടെ ഫോട്ടോകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു ബിബ്ലിക്കൽ സ്കോളർ എന്ന നിലയ്ക്ക് ഇത് ബൈബിളുമായിട്ട് എങ്ങനെ യോജിച്ചു പോകാൻ സാധിക്കും? അതാ പറ്റിയത്, അപജയമാണ് സംഭവിച്ചത്. അതാ ആ കാട്ടിൽ എന്നോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറ്റിയ ക്രൈസ്തവ സഭയ്ക്ക് പറ്റിയത് ക്രിസ്തുവിനെ അകറ്റി മാനുഷികമായ ധാരാളം ആചാരങ്ങൾ കൊണ്ടുവന്നു. യേശു ക്രിസ്തു സാറേ, ഇത് ക്രിസ്ത്യത എന്ന് പറയുന്ന ഒരു റോക്കറ്റ് സയൻസ് അല്ല, വെരി സിമ്പിൾ. യേശു ക്രിസ്തു എന്നെ സൃഷ്ടിച്ചു, ഞാൻ ആ സൃഷ്ടിതാവിൽ അകന്നുപോയി, എന്നെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കാൽവരി ക്രൂശിൽ എന്റെ പാപത്തിൽ രക്തം ചൊരിഞ്ഞു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട് എന്ന്. വെരി സിമ്പിൾ സാറേ, ഇതൊരു സിമ്പിൾ കാര്യമാണ്. പക്ഷേ ഇത് വ്യക്തികളാണ്. ഈ സഭ എന്ന് പറയുന്നത് എക്ലീസിയ, ഇറ്റ്സ് എ സെപ്പറേറ്റഡ് ഹോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി. വ്യക്തികളാണ്. നമ്മൾ വ്യക്തികൾ ഒന്നിച്ചു കൂടുന്നതിന് പകരം 2-3 പേർ ഒന്നിച്ചു കൂടുന്നവരും പള്ളിയാക്കി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു, നിയമവാദികൾ സൃഷ്ടിച്ചു. അതിന് ഒരാവശ്യമില്ല. എന്നാൽ താൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഹൗസ് ചർച്ചസ് ആണ് യെരുശലേമിൽ തുടങ്ങിയത്. ഹൗസ് ചർച്ച്, അതിലേക്ക് ലോകം തിരിഞ്ഞു വരികയാണ്. പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, പാസ്റ്ററും വേണ്ട, ആരും വേണ്ട, ഞാനും യേശുവുമായിട്ടുള്ള ബന്ധം. കാരണം എന്റെ മകൻ എന്റെ മകൾ എന്നെ വിളിക്കുന്നതിന് എന്താ വ്യത്യസ്തം വേണം? വളരെ സിമ്പിൾ കാര്യങ്ങൾ. അല്ല, ഇത് ഞാൻ കേരളത്തിൽ ഇപ്പോഴുണ്ടായൊരു മാറ്റം ഞാൻ കണ്ടു. മെഗാ ചർച്ചുകളൊക്കെ പൊളിയുവാണ്. ഇതെല്ലാം ഈ ഹൗസ് ചർച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ വിശ്വാസിയാണോ, അവരുടെ കുടുംബം വിശ്വാസിയാണോ, ഇന്നൊന്നും ബേസിക്കലി ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കുന്നു. ഇപ്പോൾ പഞ്ചാബിൽ തന്നെ പോയപ്പോൾ ഈ ഗ്രാമങ്ങളിലെല്ലാം ഹൗസ് ചർച്ചാണ്. അതായത് അവർക്ക് ഈ മെഗാ ചർച്ചും വലിയ ആൾക്കൂട്ടത്തിലോട്ടൊന്നും താല്പര്യമൊന്നുമില്ല. ഇത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു സ്റ്റഡീസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പൊ സംഭവിച്ചത് 900 കണക്കിന് ഹൗസ് ചർച്ച് അടച്ചുപൂട്ടി. പക്ഷേ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ഹൗസ് ചർച്ച് തുറന്നുകൊണ്ടിരിക്കുക. ഞാനും സാറിന്റെ കൂട്ടി തന്നെ യാത്ര ചെയ്യുന്ന ആളാ. ധാരാളം പേര് വ്യക്തികളായി ഈ പീഡനത്തിന്റെ മധ്യ ക്രിസ്തുവിലേക്ക്, ഇൻക്ലൂഡിങ് പ്രിസൻസ്. നമ്മുടെ ജയിലിൽ പോലും ആൾക്കാർ വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുക, അടിയുടെയും ഇടിയുടെയും മധ്യത്തിൽ. അതേപോലെ തന്നെ വേറെ കാര്യം സാറിനോട്, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ ടെററിസം, അത് പള്ളികളിൽ കയറി ആൾക്കാരെ കഴുത്തിറക്കുന്നു, അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കാറ് വെച്ച് ഇടിച്ചു കൊല്ലുന്നു, ഇതൊക്കെ ഈ യൂറോപ്പിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ബേസിക്കലി രാഷ്ട്രീയമായ തീർച്ചയായിട്ടും സമയം ഉണ്ടായിട്ടുണ്ട്. അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്ന് ഇമിഗ്രൻസ് എല്ലാം കൂടെ മുസ്ലിം ഇമിഗ്രൻസ് അവിടെ ചെല്ലുമ്പോൾ അവർ റിയൽ ക്രിസ്ത്യൻസ് എന്നുള്ള അനുകമ്പയായിരുന്നു അവർക്കുണ്ടായത്. അവരെ നമ്മൾ കരുതണമെന്ന് പോക്കൂടെ പറഞ്ഞു. പക്ഷെ എന്താ, ഇന്ന് തിരിച്ചടിയല്ലേ, ബൂമറാങ് അല്ലേ സംഭവിക്കുന്നത്? അവരുടെ മതം അവിടെ അടിച്ചേൽപ്പിച്ച ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് നശിപ്പിക്കുകയാണ്. നിയമങ്ങൾ അവർക്ക് ഭരണം കിട്ടി. എത്ര മേയർമാർ അതുകൊണ്ട് തിക്തമായ അനുഭവമാണ്. അതിന്റെ ഒരു തിരിച്ചടിയിലാണ് യേശു ക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. അത് മാത്രമല്ല സാറേ, ഈ തലമുറയുടെ ഈ പോക്ക് ജൻസിക്കലിനെ മനസ്സിലായി. ഈ പോക്ക് പോയാൽ പ്രത്യാശയില്ല, സമാധാനമില്ല, ഒന്നുമില്ല. വ്യക്തികളിലും കുടുംബങ്ങളിലുമില്ല, സമൂഹത്തിലുമില്ല. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നവരെ തേടി വരിക. ഇപ്പം അതൊരു പ്രതിഭാസമാണ് സാറേ. ഇപ്പം അതിനകത്ത് എൻ്റെ ലേറ്റസ്റ്റ് ഒരു കണക്കിരിപ്പുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് അബ്യൂസ് നടന്ന സ്റ്റേറ്റ് ഒന്ന് പഞ്ചാബായിരുന്നു. അതെ, ഈ പഞ്ചാബിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഈ ഡ്രഗിൻ്റെ അബ്യൂസ് കുറച്ചിട്ടുണ്ട് ഷാർപ്പ്. അത് വ്യക്തമാണ്. കാരണം നേരത്തെ പഞ്ചാബിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ ഈ ഡ്രഗ് അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു ചെറിയ പനി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് മാറിയിട്ടില്ല. അപ്പം അതിൻ്റെയാണിത് ഡൽഹിയിലെ വെതറും. അപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബലായിട്ട് ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഈ കയറിക്കൊണ്ടിരിക്കുക കുറയുന്നില്ല. എന്തൊക്കെ ആക്ഷൻ എടുത്താലും ബേസിക്കലി ഇതിനൊക്കെ ഒരു മറുമരുന്നാണോ ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന സംഭവം? സാറേ, ഈ ഹ്യൂമൻ അഡിക്ഷൻ ടു ദി അബ്യൂസസ് ഓഫ് ദിസ് സ്റ്റഫ് അതെന്നും ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇന്ന് അത് വളരെ കൂടി. അത് പണത്തിന്റെ സ്വാധീനമാണ്, വലിയ മാഫിയ അല്ലേ സാർ? എന്നാൽ നിങ്ങൾ വിടുതലുള്ളത് യേശുക്രിസ്തു സുവിശേഷമാണ്. ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ പറയാം സാർ. ഞാൻ ബോംബെയുള്ള ചെറിയൊരു ഹോസ്റ്റലിലാണ് പോകുന്നത്. അവിടെ
സഹോദരിമാർ ഒത്തിരി പേര് UP-യിലും ഒക്കെ ഉള്ളവരാ, ഇന്ത്യക്കാരാ ഞങ്ങളുടെ സഭയിലുള്ളവരെല്ലാം. അവർ പറയുന്നു ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളെ അടിച്ച് ഭയങ്കരമായിട്ട് തകർത്തിരിക്കുക, ഞങ്ങളെ കൊല്ലുക. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നു, യേശു വിശ്വസിച്ചു, യേശുവിനെ രക്ഷകനായി ഞങ്ങൾ ബൈബിൾ വായിച്ചു തുടങ്ങി, ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായി. ഞങ്ങൾ ഭാര്യമാരെ അടിക്കുമ്പോൾ ഭർത്താവിനോട് ക്ഷമിച്ചു. എന്നാൽ ഇപ്പോൾ എന്താണെന്നറിയാമോ സാറേ, അനേക ഭർത്താക്കന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു തുടങ്ങി. അതാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറ്റൊരു സംഭവം, ഈ പല റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ വാല്യൂസിലോട്ട് തിരിച്ചു വരാൻ. എന്താണ് സാർ ഈ പറയുന്ന ഈ കാത്തലിക്സിനകത്തേയും ചില ആൾക്കാർ ചില പത്രങ്ങളിൽ, ചില ടെലഗ്രാഫിൻ്റെ അകത്തൊക്കെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യൻ വാല്യൂസിലോട്ട് വരണം. എന്തോ ഈ ക്രിസ്ത്യൻ വാല്യൂസ് ഇപ്പോഴത്തെ വാല്യൂ തമ്മിലുള്ള വ്യത്യാസം? കാരണം നമ്പർ 1 സാർ ഇക്വാലിറ്റി, മനുഷ്യനെ മനുഷ്യനായി കാണുക, എല്ലാവരും ഒരുമായിട്ട് കാണുക. അതാണ് പ്രത്യേകിച്ച്. നമ്മൾ ഇൻഇക്വാലിറ്റി എല്ലാവരും നോക്കും. ഇന്ത്യയില് മറ്റുള്ളിടത്ത് ഒത്തിരി ഇൻഇക്വാലിറ്റി, എല്ലാവരും യേശു ക്രിസ്തു പറഞ്ഞു എന്നെ സ്നേഹിക്കുക, ജനത്തെ സ്നേഹിക്കുക, ഇക്വാലിറ്റി. അപ്പം ഞാൻ അവിടെ ഇടപെടുക. അപ്പം യൂറോപ്പിൽ ബേസിക്കലി ഈ പറയുന്ന ഇക്വാലിറ്റി ഉണ്ടായിരുന്നു. ആ ഇക്വാലിറ്റി കൊണ്ടാണ് അവർക്ക് പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ അതാണ് ഞാൻ ഈ പറയുന്ന പോയിന്റിലോട്ട് വരിക. യൂറോപ്പിൽ, അമേരിക്കയിൽ ഈ പറയുന്ന പോലെ കാത്തലിക്സ് അവർ ഈ ഈക്വാലിറ്റി, യൂറോപ്പ് പറയുന്ന ഇക്വാലിറ്റിയോട് താല്പര്യമുള്ള കൺസർവേറ്റീവ് മെൻറ്റാലിറ്റി ആയിരുന്നു. യൂറോപ്പിൽ അതായത് ലിബറൽ ഇക്വാലിറ്റിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് അവിടെ ഇത്രയും പ്രശ്നമുണ്ടായെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരണം. അതാണ് അവരുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതായത് ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം പറയാം. അവിടെ മനുഷ്യനെ ഈക്വലായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അന്യോന്യ സ്പർദ്ധ ജനിപ്പിക്കാത്തല്ല, ഈക്വലായിട്ട് ക്രിസ്ത്യൻ വാല്യൂവിൽ മുസ്ലിങ്ങളെയും മറ്റ് മിഗ്രൻസിനെയും സ്വീകരിച്ച രാജ്യത്തെ അവരെ ചൂഷണം ചെയ്യുന്നത് അല്ലേ? ആ രാജ്യത്തിന്റെ നിയമാവലിക്കും മൂല്യങ്ങൾക്കും അടിസ്ഥാനപരമായി അങ്ങേര് ജീവിക്കേണ്ടതിന് പകരം സ്വന്തം മുസ്ലിം മതങ്ങൾ തീവ്രവാദികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അവിടെയാ പറ്റിയത്. അവരുടെ അനുകമ്പ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യനെ എല്ലാം ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നത് തെറ്റാണ്. പക്ഷേ വന്നു കയറിയവര് അത് മുതലെടുത്തു. അതവരിപ്പോ മനസ്സിലാക്കി. അതുകൊണ്ട് അവരെ കൊല്ലണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ വാല്യൂസിന് അധീനതയിൽ, ഇവിടുത്തെ നിയമവാഴ്ചയ്ക്ക് അധീനമായിട്ട് ജീവിക്കണം, പ്രവർത്തിക്കണം, പ്രതികരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അവരെ അടിച്ചു കൊല്ലാനോ ഒന്നും. അങ്ങനെയാണെങ്കിൽ ലണ്ടൻ ടോമി റോബിൻസിൻ്റെ റാലിക്കകത്ത് അവിടെ പറഞ്ഞേക്കുന്ന ബ്രിട്ടീഷുകാരും ക്രിസ്ത്യാനികളല്ലാത്തവരും തിരിച്ചു പോകാനാണ് പറയുന്നത്. അതാണ് സ്ലോഗൻ എന്ന് പറയുന്നത്. അതൊരു എക്സ്ട്രീം തിങ്കിങ് ആയിരിക്കാം. വാസ്തവത്തിൽ വേണ്ടിയത് നിങ്ങൾ ഇവിടുത്തെ വാല്യൂസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ക്രിസ്ത്യൻ വാല്യൂസിന് അതിനെ ജീവിക്കണമെന്നുള്ളതാണ്. സാർ എക്സ്ട്രീമിസ്റ്റ് എപ്പോഴും ഉണ്ടാകും സാർ. തിരിച്ചടി ഇതൊരു എന്താ പറയുന്നത്, ഇത് റിയാക്ഷൻ. ഈ ഇവരെ അടിച്ചമർത്തി എത്രയോ സ്ത്രീകളെ അവിടെ നമ്മൾ വായിച്ചല്ലോ. ഇംഗ്ലണ്ടിൽ എത്രയോ പെൺകുട്ടികളെയാണ് മുസ്ലിങ്ങൾ അല്ലെ സെക്ഷലി അബ്യൂസ് ചെയ്ത് എത്ര ലക്ഷങ്ങളെയാണ് ചെയ്തത്. ഇതാണ് അവർ ചോദ്യം ചെയ്തത്. നിങ്ങൾ മാന്യമായിട്ടുള്ള ജീവിക്കുക, നിങ്ങൾക്ക് മാന്യമായി നിയമത്തിന്റെ ഇടയിൽ മൂല്യത്തിന്റെ അധീനതയിൽ ജീവിക്കാൻ കഴിയുന്നവർ പോകുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാവരെയും തള്ളിവിടുകയല്ല. അതിന്റെ അർത്ഥം നിയമത്തിനും മൂല്യങ്ങൾക്കും ബൈബിളിക വീക്ഷണത്തിനും അധീനതയിൽ ജീവിക്കാം എന്നേ പറയുന്നുള്ളൂ. അല്ലേ? അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഉണ്ടായ റാലിയും അങ്ങനെ തന്നെ ആയിരുന്നു. അവർ പറഞ്ഞു ഈ ഞങ്ങളല്ലാതെ മറ്റുള്ളവർ ഇല്ലീഗലായിട്ട് വന്നവർ തിരിച്ചു പോകണമെന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. ഇതാണോ ക്രിസ്ത്യൻ വാല്യൂ? ഇതാണ് ചോദ്യം. ഇല്ല, ഇല്ലീഗലായിട്ട് വന്നല്ലോ. ശ്രദ്ധിക്കുക, ഇവൻ സംഭവം എന്താ പറഞ്ഞത്? ഇല്ലീഗലായിട്ട് വന്നു. ഇന്ത്യയിൽ നിന്ന് എത്രയോ പേരാ ഇല്ലീഗലായിട്ട് അവിടെ പോയിട്ടുള്ളത്. ഇന്ത്യ സ്വീകരിക്കുക സാറേ. നമ്മൾ ഇല്ലീഗലാവുള്ളവരെ എന്താ ചെയ്തിരിക്കുന്നത്? കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇട്ടിരിക്കുകയല്ലയോ? ഇല്ലയോ? ഇല്ലീഗലായിട്ടുള്ളവരെ അതെന്താ ഒരു വഴി പറയാത്ത? ഇല്ലീഗലായിട്ടുള്ളവർ വേണ്ട, ലീഗലുണ്ടല്ലോ. ഇന്ന് ഇത്തരം എംബസികളിൽ പോയാലെന്താ? ഇന്ത്യയിൽ നിന്ന് എത്രയോ പേരാ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടാവണം, അതിനധീനമാവണം എന്നേ പറയുന്നുള്ളൂ. ലീഗലായിട്ട് വന്നതിന് ശേഷം ഈ അമേരിക്ക കോൺസ്റ്റിറ്റ്യൂഷൻ അധീനമാണ് ഞാൻ ജീവിക്കുന്നത്, ഇംഗ്ലണ്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അധീനമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് അനുസരണത്തോടുകൂടി ജീവിക്കണം. അല്ലാത്തവർക്ക് സാറേ പ്രശ്നം. ലീഗലായിട്ട് പോകുന്നവർക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഈ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ റൈറ്റ് വിങ് പാർട്ടീസാണ് ഇതെല്ലാം കൂടെ
ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഭയങ്കരമായിട്ട്. അതായത് സോഷ്യലിസ്റ്റ് സെൻട്രിസ്റ്റും ലെഫ്റ്റും ഒന്നും അല്ല, റൈറ്റ് വിങ് പാർട്ടിയാണ്. ഈ റൈറ്റ് വിങ് പാർട്ടിയും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഇത്രയും ബന്ധം വരാൻ കാരണമുണ്ട്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാഷ്ട്രീയവൽക്കരണം അതിൻ്റെ ഒരാവശ്യവുമില്ല. വാസ്തവത്തിൽ അങ്ങനെ രാഷ്ട്രീയവും മതവുമായിട്ട് അല്ലെങ്കിൽ വിശ്വാസവുമായിട്ട് കൂട്ടിയോജിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ട്രംപ് തന്നെ മതത്തെ ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്നിരിക്കാം. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സമാധാനത്തോടെയും സമൃദ്ധിയോടെയും കൂടി ഒരു ജീവിതം ജീവിക്കാനുള്ള എല്ലാം ദൈവം ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. മനുഷ്യ ദൈവത്തിൽ നിന്നകന്ന്, ബൈബിളിൽ നിന്നകന്ന്, യേശുക്രിസ്തുവിൽ നിന്നകന്ന് ഡ്രഗിനും ഈ ലോകത്തിലെ ചേർച്ചകൾക്കും പിന്നാലെ പോയി, അന്ധവിശ്വാസങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പിന്നാലെ പോയി. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും ഇടിക്കാനും തുടങ്ങി, തുടങ്ങി. അതിന്റെ പ്രത്യാഘാതമാണ്, പാപത്തിന്റെ പ്രത്യാഘാതമാണ്. വി ആർ ഫേസിങ് എ കോൺസിക്വൻസ് ഓഫ് സിൻ ഓഫ് മാൻ. അതിൽ നിന്ന് വിടുതൽ വേണമെന്നേ പറയുന്നുള്ളൂ. അത് ഏത് രാഷ്ട്രീയക്കാരനാണെന്നുള്ളതാണ്. അപ്പം മനുഷ്യന് വ്യത്യാസം ഉണ്ടാകണം സാറേ. അപ്പം വേറെ രണ്ട്, കാരണം ഇത് ക്ലാരിറ്റി കുറച്ചധികം വേണം. അതായത് ഇപ്പോൾ അമേരിക്ക ഞാൻ കണ്ടിട്ടുണ്ട്, കറുത്ത വർഗ്ഗക്കാർക്ക് പ്രത്യേക ചർച്ച, വെളുത്ത വർഗ്ഗക്കാർക്ക് പ്രത്യേക ചർച്ച. പലയിടത്തും, എല്ലായിടത്തും അല്ല, പലയിടത്തും മെഗാ ചർച്ചകളിലൊന്നുമല്ല, മറ്റുള്ള പല ഭാഗത്തുമുണ്ട്. ഈ റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസാണ് ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവം. സാർ ഈ പറയുന്ന ഇക്വാലിറ്റി, ക്രിസ്ത്യാനിറ്റി, ഫെയ്ത്ത്, ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ, അതിനകത്ത് ഇങ്ങനെ കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും സെപ്പറേഷൻ ഉണ്ടാവുന്നത് പൂർണ്ണമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റ് ഉണ്ട്. കാരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥ പോലെ സാർ, നിയമപരമായിട്ട് ഇവിടുത്തെ ജാതി വ്യവസ്ഥ നമ്മൾ മാറ്റുന്നില്ലേ, പക്ഷെ ഇപ്പോഴും ജാതി ഇല്ലേ, ഉണ്ട്. അതുപോലെ അവിടെയും മിക്കവാറും എല്ലാ സഭകളിലും എല്ലാവരും ഒന്നിച്ചൊക്കെ, ചിലയിടത്ത് എക്സ്ട്രീം ആയിട്ടുള്ളവർ ചിലർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. അതൊരു പർട്ടിക്കുലർ ഒരു നാച്ചുറൽ ആണെന്ന് പറയാനുള്ളത്. അല്ല അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തെളിവാണ് വില്യം സൈമർ. അയാൾ ബൈബിൾ പഠിക്കാൻ പോയത് ടെക്സാസിൽ. ഒരു കോളേജിൻ്റെ ഒരു സൈഡിലെടുത്ത്, കാരണം കറുത്ത വർഗ്ഗക്കാരനായിട്ടിരുന്നാണ് അയാൾ ബൈബിൾ പഠിക്കുന്നത്. അതെ, ഇതൊക്കെ തെളിവുള്ളത്, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. അതായത് അവിടുത്തെ ബാപ്റ്റിസ്റ്റ് പാസ്റ്ററാണെന്ന് നടത്തിക്കൊണ്ടിരുന്നത് റവറൻ. അപ്പം ഇതിനകത്തുനിന്ന് എന്തുവാണ് മനസ്സിലാക്കേണ്ടത്? അതായത് മോഡേണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോഴും ഇതിനകത്ത് കറുത്ത വർഗ്ഗക്കാരനെയും വെളുത്ത വർഗ്ഗക്കാരനെയും സെപ്പറേഷനായിട്ട് മാറ്റുകയും, അവർ ബിബ്ലിക്കലായിട്ടുള്ള തോട്ട്സിൻ്റെ അകത്തും ഈ സെപ്പറേഷൻ ഉണ്ടോ ഇല്ലയോ, എന്തുകൊണ്ടാണ് അത് വീണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്? സാറേ ഒരിക്കലും വ്യക്തമുണ്ടോ? ഞാൻ എങ്ങനെ നോക്കൊക്കെ സാറേ, യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവന്റെ നിറമോ അവന്റെ കൾച്ചറോ അവന്റെ പഠനമോ ഒക്കെ അനുസരിച്ച് അവനെ മാറ്റി നിർത്താൻ അവകാശമില്ല. ക്രിസ്തുവിനെല്ലാം ഒന്നല്ലേ? യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് കാൽവരി ക്രൂശിലെ രക്തമാണ് എല്ലാ ക്രിസ്തു വിശ്വാസികളിലും ഉള്ളത്. മാറ്റി നിർത്തുന്നത് തെറ്റാണ്, പാപമാണ്. അത് ദൈവത്തിന്റെ ന്യായവിധിക്ക് അതിന് ഹേതുവാകുന്ന ഒരു സംശയമില്ല സാർ. ഞാൻ ക്രിസ്തുവിൽ ഒന്നാണ്, അത് വാക്യമല്ലേ? പിന്നെ അത് പ്രായോഗികമായിട്ട് അത് എന്തുകൊണ്ടത് എക്സിസ്റ്റ് ചെയ്യുന്നു, അതും കൂടി ഉത്തരം പറയാം. അത് എക്സിസ്റ്റ് ചെയ്ത് ഇവിടെ നിയമം ഇത് വ്യക്തിപരമല്ലേ? ക്രിസ്ത്യത്വം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമല്ലേ? ഞാനല്ലേ ഒരാളെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് അവകാശം? അത് വ്യക്തിപരമല്ല. എന്നാൽ ഈ പ്രിൻസിപ്പിൾ ബൈബിൾ ഒരിക്കലും നിർണ്ണയിച്ചിട്ടില്ല. ഈ എബ്രായനെന്നും യഹൂദനെന്നും ജാതിയെന്നും വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുക്കളാവുന്നതാണ്. അപവാദങ്ങളുണ്ട് സാറേ, മനുഷ്യരല്ലേ. അത് സാർ അത് നമുക്കൊരു ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഇസ് ലൈക്ക് ദാറ്റ്. പലയിടത്തുണ്ടാകാം. എന്നാൽ ഒരിക്കലും ദൈവവചനം അതിനെ അനുശാസിക്കുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിനും യേശുക്രിസ്തുവിനെ പഠിപ്പിക്കലിനും ഘടകവിരുദ്ധമാണ്. അത് പാടില്ല. അതുപോലെ അങ്ങനെയുള്ള ഭാഷമാണ് പറയുന്നത് പാപമാണ് ചെയ്യുന്നത്. അത് ദൈവം ഭാഗം ഒരു കടക്കൂടി എതിർക്കൊള്ളാൻ നോക്കുന്ന സാറേ അവകാശം. യേശുക്രിസ്തു ആരെയും എഴുതിയിട്ടില്ലല്ലോ. നമ്മളിപ്പം തന്നെ പറഞ്ഞത് ഇനിയും പാപം ചെയ്യരുത് അല്ലേ? പക്ഷെ ഇത് വലിയ പാപമല്ലേ ചെയ്യുന്നത്? ആണോ? അയ്യോ, അങ്ങേയറ്റത്തെ പാവം, അങ്ങേയറ്റത്തെ സാറേ നമ്മുടെ ഇടയിൽ നടക്കുന്നില്ലേ? ഇന്ത്യയിൽ നടക്കുന്നില്ലേ? തെറ്റല്ലോ. ഇന്ത്യയിൽ സാറിന് അറിയാമല്ലോ, കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും അതൊക്കെ മറ്റ് പല രീതിയിലുള്ള ഭാഷകളുള്ളത് അറിയാമല്ലോ സാർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് അതിനൊരു അറുതി വരുന്നില്ല? അത് ആര് വരുത്താൻ സാറേ? ക്രിസ്ത്യാനികൾക്ക് പറയുന്നത് ഇൻഡിവിജ്വലാ, ചെറിയ സംഘങ്ങളാ. അപ്രമാദിത്വം ആർക്കും ഇല്ലല്ലോ. ഹു ക്യാൻ ഇമ്പോസ്?
അങ്ങനെ അധികാരവർഗം ഇല്ലല്ലോ സാർ. ഇത് തെറ്റാണെന്ന് പറയാം, പഠിപ്പിക്കാം, അവരോട് നമുക്ക് ആലോചന പറയാം. അല്ലാതെ അത് നിയമത്തിന്റെ ബദിയിൽ കൊണ്ടുവന്ന് അടിച്ചമർത്തി നമുക്കത് ഇമ്പോസ് ദാറ്റ് അല്ലേ? അല്ല, ഇമ്പോസ് അല്ല, ഇത് ഇമ്പോസ് എന്നുള്ള വാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇമ്പോസ് അല്ല, ഇത് ബേസിക്കലി ഒരു കൾച്ചേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ക്രിസ്ത്യാനിറ്റി. അപ്പം അതിനകത്ത് വീണ്ടും വീണ്ടും അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വലിയ സത്യമാണ്. അത് സങ്കടകരമായ സത്യമാണ് സാർ. സങ്കടകരമായ സത്യം കേരളത്തിലില്ലേ? സങ്കടകരമായ സത്യമാണ്. പക്ഷേ ദൈവം ഇടപെടണം. അതാ പറഞ്ഞത്, പരിശുദ്ധ ദൈവത്തിന്റെ വാദങ്ങൾ എന്നെ ക്രിയ ചെയ്തെങ്കിലേ എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയത്തുള്ളൂ. പാർശ്വവൽക്കപ്പെട്ടവരെയും ഇല്ലാത്തവരെയും പാവപ്പെട്ടവരെയും ഒക്കെ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നില്ലേ സാറേ? അത് പഠിപ്പിക്കുന്നതായിരിക്കും. സോ യുവർ പ്രീച്ചിങ് ഡസ് നോട്ട് ഗോ പെർക്കുലേറ്റിംഗ് ടു യുവർ പ്രാക്ടീസ്. അതല്ലേ പറ്റുന്നത്. വലിയ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പറയുക മാത്രമല്ല പ്രവർത്തിക്കണമെന്ന്. ഗാന്ധിജി പറഞ്ഞതല്ലേ സാറേ? ക്രിസ്ത്യാനികൾ എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? ഗാന്ധിജിയെ കയറ്റിയില്ലല്ലോ. ഗാന്ധിജി ഇന്ന് ക്രിസ്തു അനുഗാമി ആകാൻ കഴിയാത്തതിന്റെ ഒരു കാരണം എന്താ? ആഫ്രിക്കയിലെ ഈ അപ്പാർത്തൈഡല്ലേ സാർ? അതെ, നമ്മുടെ ചരിത്രത്തിലല്ലേ നമ്മുടെ ഗാന്ധിജി? ഇത്രയും പോലും ബൈബിൾ വായിച്ച മനുഷ്യനില്ല. ബൈബിൾ പഠിപ്പിച്ച മനുഷ്യൻ, നോൺ കോപ്പറേഷൻ, നോൺ വയലൻസ് പഠിപ്പിച്ച മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറക്കിപ്പെടപ്പെട്ടില്ലേ? അദ്ദേഹം ട്രെയിനിൽ തൊഴിച്ചില്ലേ? അപ്പോൾ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സും ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള കാര്യത്തിൽ ഈ പള്ളിയും പട്ടക്കാരൻ അതേപോലെ അത് ആലോചിക്കുമ്പോൾ ഈ പൊളിറ്റിക്സും ഈ റിലീജിയനും എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇന്ത്യയിലും ലോകത്തില്ല, അമേരിക്കയിലുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ട്. അർജൻറ്റീന ഇപ്പോഴത്തെ പ്രസിഡന്റ് പോലും എലക്റ്റഡ് ആയിട്ട് അയാളൊരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ്. കാരണം ഒരു കാത്തലിക് രാജ്യത്താണ് അയാൾ പറയുന്നത്. ബ്രസീലിൽ, അതേപോലെ സൗത്ത് അമേരിക്കയിൽ. അപ്പം ഈ ഒരു പൊളിറ്റിക്സിനകത്ത് റിലീജിയൻ കയറുന്നത് ശരിയാണോ അല്ലേ? എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇന്ത്യയിലും മറ്റൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരിക്കലും രാഷ്ട്രീയവൽക്കരണം നടത്തരുത്. നമ്മൾ പറഞ്ഞല്ലോ, കോൺസ്റ്റന്റൈൻ എന്താ ചെയ്തത്? രാഷ്ട്രീയ അതിന്റെ തിക്താലുമല്ലേ നാം കാണുന്നത്. അതുപോലെ ഇന്നും ഒരിക്കലും പൊളിറ്റിക്സും ആത്മീയ കാര്യങ്ങൾ ഇടപെടരുത് എന്നാ ഞാൻ പറയാം. എൻ്റെ ആത്മാവിന്റെ കാര്യം ആരാ തീരുമാനിക്കുന്നത്? അത് രാഷ്ട്രീയക്കാര് മറ്റു കാര്യങ്ങൾ നോക്കട്ടെ, ആത്മീയ കാര്യങ്ങളിൽ രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? അവരോ തരമനുസരിച്ച് മാറി ഓരോരുത്തരെ കൂട്ടുപിടിച്ച് പിടിക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് മണി ആൻഡ് പവർ സർ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സോൾ ഓഫ് മാൻ. അല്ല, ഞാൻ അമേരിക്കയിൽ ഇലക്ഷൻ സമയത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഡെമോക്രാറ്റ്സിൻ്റെ റാലിക്കകത്തും ബൈബിൾ വെച്ച് സുവിശേഷം പറയുന്നവരുണ്ട്, ഇപ്പുറത്തെ റിപ്പബ്ലിക്കിൻ്റെ അകത്തും ബൈബിൾ വെച്ച് സുവിശേഷം പറയുന്നവരുണ്ട്. അതായത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതെ, അതിന്റെ ഒരു സൈഡ് യേശുക്രിസ്തു ബൈബിളിൽ എങ്ങനെയൊക്കെയോ തിരിച്ചു വരികയാണ് മനുഷ്യൻ വേണ്ട എന്ന് പറഞ്ഞത്. അതാ ഒരു സൈഡ്. എന്നാൽ ഇതിനു വേണ്ടി ആരെയും ചൂഷണം ചെയ്യാനോ ഉപദ്രവിക്കാനോ തകർക്കാനോ അനുവദിക്കരുതെന്നാണ് അദ്ദേഹം. രാഷ്ട്രീയക്കാര് ഒരിക്കലും ബൈബിളിനെയോ ക്രിസ്തുവിനെയോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ തിരസ്കരിക്കാനോ ഇടയാക്കരുതെന്ന് എനിക്ക് അപേക്ഷിക്കുന്നു. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുകയാണ്, കരുതുകയാണ്. ഇൻക്ലൂസീവാ സാറേ യേശു ക്രിസ്തു. അവന് രാഷ്ട്രീയക്കാർ ഒരിക്കലും യേശുക്രിസ്തു ഉള്ളവരെ സ്വീകരിക്കുക, ഇല്ലാത്തവരെ സ്വീകരിക്കാതിരിക്കുക ചെയ്യരുത്. മനുഷ്യൻ തന്നെയാണ്, മനുഷ്യന്റെ വ്യത്യാസം, മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് ആത്മാവിന്റെ വിടുതൽ. അതാണ് രാഷ്ട്രീയക്കാരായിട്ട് തന്നെ ഇടപെടുന്നത്. ഇവിടെ എന്തിനാ സാർ ഇടുന്നത്? ഇങ്ങനെ സാറ് കണ്ടല്ലോ, ഹരിയാനായാലും ബൈബിള് കത്തിക്കുന്നത് കണ്ടല്ലോ ഒരു പാസ്റ്റർ മുന്നേ. സാറിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു. എന്താണ് നടക്കുന്നത്? of religion and politics in India. അതാണ് ഞാൻ മോദിജിയോട് പറയുന്നത്. ദയനീയത ആത്മാവിനെ ഞങ്ങൾക്ക് വിടുക, വ്യക്തികൾക്ക് വിടുക. എന്തിന് രാഷ്ട്രീയക്കാരാണ് വിടുന്നത്? RSSും BJPയും മറ്റ് നേതാക്കന്മാർ എന്തിനാ മറ്റുള്ള ആത്മീയ കാര്യങ്ങൾ ഇടപെടുന്നത്? ബൈബിൾ കൊണ്ട് നടന്നാൽ ഇവിടെ ഉപദ്രവമാണ്. 1000-ത്തിലധികം പേരെ അകത്തിട്ടിട്ടില്ലേ സാർ? ഞാൻ അവസാനം സാറിനോട് പറഞ്ഞു തീർച്ചയായിരിക്കാം. സാർ പറഞ്ഞ വിഷയമാണ്. രാഷ്ട്രീയക്കാരോട് എനിക്ക് പറയാം, അമേരിക്കയിലാണെങ്കിലും അവരുടെ ദയവിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ഇടപെടരുത്. ഇതേ ഞാൻ പറയുള്ളൂ. എനിവേ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ചാറ്റായിരുന്നു. ഇനിയും അടുത്ത ഒരു ചിറ്റ് ചാറ്റിൽ ശ്രീ ബാബു വർഗീസുമായിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു.